ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മദ്രസയിൽ പോയിട്ട് വിട്ട് വന്നതാണ്. ചായ രാവിലെ എണീച്ച് 6:20 പോയി. എന്നിട്ട് വൈകുന്നേരം ആയിരുന്നാ തോന്നുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് ബെല്ലടിച്ചു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് പല്ലിച്ച് മോറകി അബായൊക്കെ ഇട്ട്. പക്ഷെ അപ്പോഴത്തേനും ഞാൻ എപ്പോഴും മദ്രസ വിട്ട് വന്നിട്ടും ഇപ്പച്ചിയുടെ മറ്റേ ട്രൗസറൊക്കെ വെക്കണ കൊട്ടല്ലേ, ഓറഞ്ച് കൊട്ടമ്മ വെക്കും എന്ന് വെച്ചിട്ട്. അപ്പോൾ വെക്കുമ്പോൾ അത് മിന്നെടുത്തിട്ട് അലമാരനൊക്കെ കയറ്റിക്കും. ഞാൻ എടുത്ത് പിറ്റേ ഇന്ന് ഞാൻ അബായ നോക്കിയപ്പോൾ അബായ എടുത്തിട്ട് മിസ്സറിൻ്റെ അബായ. പക്ഷെ എൻ്റെ അബായ കാണില്ല. നിങ്ങൾ കുറേ തിരഞ്ഞ് അവസാനം കിട്ടിയത് ഈ അബായ. എൻ്റെ അബായാണ് ഈ മക്കനെ ആദ്യം കിട്ടിയത്. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ അംബ്രലയും ബാഗൊക്കെ ഇട്ടിട്ട് പോയി. അതിൻ്റെ പേര് സദർ. അത് കുറേ പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ ചെക്കന്മാർ കൂടുതലും പെണ്ണുങ്ങൾ കുറവായിരുന്നു. ആദ്യമൊക്കെ പെണ്ണുങ്ങൾ കൂടുതലും ചെക്കന്മാർ കുറവും. ഇപ്പോൾ കുറച്ച് പേർ ചേർന്നപ്പോഴത്തേനും പെൺകുട്ടികൾ കുറവ്, ആൺകുട്ടികൾ കൂടുതലായിപ്പോയി. എന്നിട്ട് ഞാൻ എന്തൊക്കെ വിഷയങ്ങളാണ് മദ്രസയിൽ പഠിക്കുന്നത്? ഞങ്ങൾ കുറേ പഠിക്കുന്നുണ്ട്. ടെസ്റ്റൊക്കെ കിട്ടി. ഇനി ഡയറി കിട്ടാണ്ട്. ഡയറി വെള്ളിയാഴ്ച തരുന്ന പറഞ്ഞു. ഇന്നാ കിട്ടിയത്. ഇന്ന് ഞാൻ മദ്രസ വിടാനായപ്പോൾ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദൊക്കെ ഡയറി കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് ബാഗ് നോക്കട്ടെ. അപ്പോൾ ഞാൻ ബാഗ് കൊടുത്തു. എന്നിട്ട് ബാഗിൽ നോക്കിയപ്പോൾ ഡയറി ഇല്ല. അപ്പോൾ ഉസ്താദ് ഒരു പുതിയ ഡയറി എടുത്തിട്ട് അതിൽ തൻഹാന്ന് എഴുതി. എന്നിട്ട് വെള്ളിയാഴ്ച തരും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ബെല്ലടിച്ച്. എന്നിട്ട് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ സല്ലല്ലാഹും പാട്ടൊക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പഠിക്കാറ്. പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂൾ വിടാനായ വീണ്ടും ചൊല്ലും. അങ്ങനെ എന്നിട്ടൊരു പാട്ടൊക്കെ പഠിച്ച് വീണ്ടും ബെല്ലടിക്കും. അപ്പം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ബെല്ലടിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ബെല്ലടിച്ച്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും സല്ലല്ലാഹുവൊക്കെ ചൊല്ലിയിട്ട് ഞങ്ങൾ പേര് വിളിച്ചിട്ട് ഞങ്ങൾ ഒറ്റക്ക് പോകുന്നവരൊക്കെ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോയി നേരെ വീട്ടിൽ വന്നു. അപ്പം എല്ലാവരും നേരത്തെ അലാറം വെച്ച് നേരത്തെ കിടന്നുറങ്ങുക. എന്നിട്ട് നേരെ പല്ലേച്ച് മോറാക്കിയിട്ട് പോവുക. അപ്പം പല്ലേച്ച് മോറാക്കിയിട്ട് അബായൊക്കെ നല്ലപോലെ എടുത്തേക്കണം. അബായൊക്കെ എടുത്ത് വെച്ചിട്ട് ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ ഹോംവർക്ക് ചെയ്യണം. ട്യൂഷൻ ചേർന്നുള്ളവർ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഞങ്ങൾ നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പമാണ്. ഇതാണ് എൻ്റെ കൊട. ഇത് എൻ്റെ നേഴ്സറി പഠിക്കുമ്പോൾ ഉള്ള ഒരു കൊടയാണ്. ഇത് ഞാൻ ഇതുവരെ കാണാണ്ടായിരിക്കായിരുന്നു. അപ്പോൾ ഇത് ബില്ലാപ്പി എടുത്തതാണ്. മിന്നാപ്പിയുടെ പണ്ടുള്ളൊരു കുട ഉണ്ടാകുന്നു. അപ്പോൾ ആ കുടയിലാണ് മിന്നാപ്പി. അപ്പോൾ ആ കുടയിലാണ് മിന്നാപ്പി ഇപ്പോൾ പൂക്കൊണ്ടിരിക്കുന്നത്. മദ്രസയിൽ പോകുമ്പോൾ മഴയൊക്കെ വരുമ്പോൾ പിന്നെ ആ കുടയിലാണ് ഇത് വരിക. അപ്പോൾ എനിക്കൊരു കുട കിട്ടി. ആദ്യം എനിക്ക് കുട കിട്ടാത്തപ്പോൾ ഇപ്പോൾ മേടിച്ചു കൊടുത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞി. പിന്നെ ബില്ലാപ്പിക്കൊരു സർപ്രൈസ് തന്നു ഈ കുട. എന്നിട്ട് ഈ കുട ഞാൻ പണ്ട് നേഴ്സറി പഠിക്കുമ്പോൾ കൊച്ചു മേടിച്ചു തന്നതാണ്. ആരാ മേടിച്ചെന്നൊക്കെ ഓർമ്മയില്ല. ഞാൻ കൊച്ചെന്നാ പറയുന്നത്. പിന്നെ ഈ കുട ഞാൻ നിവർത്തി കാണിച്ചു. ഇതിന് ഒരു കേടുമില്ല. പണ്ട് നേഴ്സറി പഠിക്കുമ്പോൾ ഉള്ളതാണ്. ഇത് നല്ല കുടട്ടോ. പക്ഷെ ഇതിങ്ങനെ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആവും ഇതിൻ്റെ ഇത് ഇങ്ങനെ ആവും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇതൊക്കെ ഉള്ളതാണ്. ഒരെണ്ണം പറ്റില്ല. ആകെ ഇത് മാത്രമേ പറ്റില്ല. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ എൻ്റെ ബാഗ് ഇപ്പച്ചി മേടിച്ചതാണ്. ബാഗ് ഇപ്പച്ചി ഏതോ നേരത്തെ ഏത് പോലെയായിരുന്നിപ്പോൾ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇട്ടാണ്. പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇപ്പച്ചിനോട് ഞാൻ പറഞ്ഞ് ഇതുപോലെ ഒരു ബാഗുണ്ട് പച്ച, ഇതുപോലത്തെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ആ ബാഗ് പോലത്തെ ഇങ്ങനത്തെ ബാഗാണ് ഞാൻ മേടിക്കുന്നത്. ചോപ്പാണ് ഞാൻ പറഞ്ഞ്. ചോപ്പ് തന്നെയാണ്. പിന്നെ എന്നിട്ട് ഞങ്ങൾ ഇപ്പച്ചി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മേടിച്ചോന്നില്ല. പിന്നെ പിറ്റേ ദിവസം മേടിച്ചിടുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാത്രി മേടിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞ് ഇപ്പച്ചക്ക് ഈ കുട ഇഷ്ടമായി എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞങ്ങളിങ്ങനെ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അയ്യോ പടമേ പട ബാഗിൽ മിന്നൊക്കെ ബോക്സ് വെച്ചില്ല. എന്താണ് ഓൾക്ക് ബോക്സ് ഉണ്ടാവും, എനിക്ക് ബോക്സ് ഉണ്ടാവും വായിക്കുക പൗച്ച്. ഇതിൻ്റെ ബാഗിൽ ആകുണ്ട് എന്താണ് പെൻസില് ഡബ്ബർ, വേറെ ഒന്നുമില്ല. ഈ രണ്ടും പിന്നെ ഡയറി വെള്ളിയാഴ്ച തരുമെന്നാണ് പറഞ്ഞത്. ഡയറി ഇല്ല. പിന്നെ എന്താണ് പൂച്ചയുടെ ഒരു നോട്ടുണ്ട്, ഇത് മുന്നിൽ തന്നാണ്. പിന്നെ ഒരു ചട്ടത്ര ടെസ്റ്റ്, പിന്നെ ബാക്കിയുള്ള 2 ടെസ്റ്റ്. പിന്നെ ഉള്ളത് ഈ മക്കനെയും അബായും എന്താണ് മാമിയുടെ എന്താണ് അറബിക് നൈറ്റിന് ഉമ്മ എടുത്തന്നാണ്. എന്നിട്ട് ഉമ്മ എടുത്തന്നപ്പോൾ ഒക്കെ ചെറുതായിരുന്നു. അപ്പം ഇപ്പച്ചി കൊണ്ടുപോയി ഇടിപ്പിച്ചാണ്. എന്നിട്ട് ഇപ്പം ഇതൊക്കെ വലുതായിരുന്നത്. ആദ്യം ഇത് ഇത്ര ഉണ്ടാകുള്ളൂ. ഉമ്മ എടുത്തന്നേ. പിന്നെ ഞങ്ങളത് കൊണ്ടുപോയി മാറ്റിപ്പിച്ചിട്ട് വലുത് വാങ്ങി. എന്നിട്ട് വലുതൊക്കെ വാങ്ങി മക്കനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എന്താണ് നേരെ മാമിയുടെ എൻഗേജ്മെൻറ്റിന് വാങ്ങിയാണ്. പക്ഷെ ഞങ്ങളൊന്നും പാട്ടിനും ഡാൻസിനും നമുക്ക് കൂട്ടില്ല. എനിക്ക് എന്താണ് ഡാൻസും പാട്ടൊക്കെ അറിയാം. പക്ഷേ എന്താണ് ഞങ്ങളുടെ മിന്നാണ് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പഠിപ്പിച്ചെന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ എന്താണ് മാമി ഒരു എന്താണ് അറബിക് നൈറ്റിൻ്റെ ഒരു കോട്ട് പോലത്തെ ഒരു ഇതും അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വെള്ള അബായ എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഷാളുണ്ടല്ലോ, ഷാൾ വെച്ചിട്ട് മക്കനെ കുത്തി സൂചിപ്പിഞ്ഞുകൊണ്ട് എന്തൊക്കെ മക്കനെ കുത്തിയിട്ട് അതിൻ്റെ ഒരു വള്ളി വരുന്നുണ്ടേ. അത് ഇടില്ല, മമ്മി ഇടൂല. എന്നിട്ട് ഞങ്ങൾ എന്താണ് ഈ അബായ ഇട്ട് ഉമ്മ പറഞ്ഞിട്ട് വേറെ ഇത് മാറ്റിയിട്ട് വേറെ എടുത്തരാണ്. ഇതിൻ്റെ കൂടെ ശരിക്കും മദർസയ്ക്ക് വേണ്ടത് എന്താണ് ഈ കറുപ്പ് അബായയും വെള്ള മക്കനെയാണ്. പക്ഷെ ഉമ്മ ഇത് മാറ്റിപ്പിച്ചിട്ട് വേറെ എടുത്തരാ പറഞ്ഞിട്ടുണ്ട്. ഉമ്മക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മ മേടിച്ചു തന്നേനെ. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നടന്നു വരികയായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും. സ്കൂളിൽ പഠിക്കണതാണ് കേട്ടോ. എന്താണ് 2A എന്താണ് എൻ്റെ അപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്നതാണ് 2A. ഇപ്പം ഞാൻ 2A അപ്പോൾ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടാണ് ഇപ്പം എൻ്റെ മദർസയിലുള്ളത്. ആ കുട്ടിയുടെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് വന്നത്. ഇനി ഞാൻ എപ്പോഴും ഒറ്റക്കാണ് പോവുക. ഇന്ന് മിന്നോ ഉണ്ടാക്കി തന്നു. ഇന്ന് ഞാൻ ഇനി നാളെ തൊട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് എന്താണ് അവിടുന്ന് ഇങ്ങോട്ട് വരും, എന്നെ വിളിക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ അവളുടെ കൂടെ പോവും, നടന്നു പോവും. എന്താണ് ക്ലാസ്സിലെത്തും, കയറും, ഉസ്താദിനോട് അസ്സലാമു അലൈക്കും എന്ന് പറയും, ഉസ്താദ് വലൈക്കും അസ്സലാം എന്ന് പറയും. ഞാൻ കയറിയിരിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് ബെഞ്ച് മാറിയിട്ട് ഇരിക്കും. അപ്പോൾ ഉസ്താദ് മാറ്റിയിരുന്നാ. പിന്നെ എന്തൊക്കെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ സിബ് ഇടയ്ക്കിടയ്ക്ക് ഈ സിബ് എന്താണ് എവിടെയാണെന്ന് അറിയില്ല. നോട്ടിലും പഠിപ്പിച്ച് നോട്ടിലും ലാസ്റ്റാട്ടോ പഠിപ്പിച്ചായിരുന്നു. ഞാൻ ആദ്യം നേരം കാണിച്ചത് ഈ മുൻഭാഗത്ത് നല്ല തുടങ്ങിയ ബാക്ക് ഭാഗത്തു നിന്നാണ് ഉസ്താദ് പെന്നോണ്ട് റെഡ് പെന്നോണ്ട് ഒരു കുത്തിട്ടുണ്ട് ഇതിന് മുക്കുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അറിയാൻ പറ്റും. അതിനാണ് എല്ലാവരും ബുക്കുമായി കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് ആദ്യം പോയപ്പോൾ തന്നെ പഠിപ്പിച്ചാണ്. പിന്നെ രണ്ടാമത്തെ ഇവിടെ ഞാൻ എഴുതാണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ എന്തോ കറ വെള്ളം എന്തോ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പിന്നെ ഇത് എഴുതി പഠിക്കാത്തതാണ്. പിന്നെ ഇത് ഞാൻ എഴുതിയിട്ടില്ല, ഇതിപ്പോൾ ഉസ്താദ് കാണാറില്ല. പിന്നെ പഠിപ്പിച്ച് ഇതാണ് ഇന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഇച്ചിരി ബെല്ലടിച്ചപ്പോൾ എഴുതാൻ പറ്റിയില്ല. പിന്നെ ടെസ്റ്റിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ടെസ്റ്റിൽ ഞാൻ കുറച്ച് എഴുതാട്ടുണ്ട്, അതൊക്കെ എഴുതണം. അത് ഉസ്താദ് പഠിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ഈ ടെസ്റ്റാണ് ഇന്ന് എടുത്തത്. ഇതുവരെ എടുക്കാത്ത ടെസ്റ്റുകൾ ഇത് രണ്ടുമാണ്. ഓക്കെ,
ഇതുവരെ എഴുതാത്തത് ഇതെഴുതി. ഇതെഴുതിയിട്ടില്ല. പിന്നെ ഇതൊന്നും പിന്നെ എഴുതാൻ സമ്മതിക്കണമെന്നില്ല. ഉസ്താദ് സ്കൂളിൽ നിന്ന് എടുക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ നാളെ ഒരു ഉസ്താദ് ഞങ്ങളെ എന്തൊക്കെ പഠിപ്പിച്ചെന്ന് വിളിക്കാൻ വരും. അപ്പം ഞങ്ങൾ ഇതൊക്കെ പഠിക്കണം. പിന്നെ ഇതൊക്കെ ഓൾറെഡി അറിയണതാണ്. പിന്നെ ഇതുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നടന്ന് വരുമ്പോൾ എൻ്റെ കുട ഓൾക്കും കാണണമെന്ന് ആഗ്രഹം, ഓളെ കുട ഇക്കും കാണണമെന്ന് ആഗ്രഹം. അപ്പം ഞങ്ങൾ രണ്ടാളും ഇവിടെ എത്താനായപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് എൻ്റെ കുട ഓൾക്കും കാണിച്ചു കൊടുത്തു, ഓളെ കുടയ്ക്കും കാണിച്ചു തന്നു. എന്നിട്ട് ഞങ്ങളത് ചുരുക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, ഓളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പൂച്ചനെ കണ്ടിട്ടാ. പൂച്ചനെ ഉണ്ടല്ലോ, ആ പൂച്ചൻ്റെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് അറിയോ? പൂച്ചയുണ്ട്, വേറൊരു പൂച്ചക്കുട്ടിനെ പിന്നെ ഒരു വലിയ പൂച്ചനെ കടിച്ചുകൊണ്ടുപോകും. 2 പൂച്ചയുണ്ട്, അച്ഛനും അമ്മയും. അപ്പം അവർ രണ്ടാള് വരാണ്ട് കുട്ടീനെ കടിച്ചു എങ്ങോട്ടോ കൊണ്ടുപോകുക. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? അവിടെ വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നടന്നു. എന്നിട്ട് നേരെ ഷീറ്റിൻ്റെ മേലെ കയറി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മദർസ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ. അപ്പോൾ മദർസയിലൊക്കെ നല്ലപോലെ എല്ലാവരും പോകണം കേട്ടോ. എല്ലാവരും അവരവൻ്റെ ഉപ്പാനോട് കൊട എല്ലാതും മേടിച്ചു തരാൻ പറയണം. അപ്പോൾ ആരും മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.